ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. MLA-യുടെ മോള് പുളിങ്കമ്പാടാ. കൈ കിട്ടുന്നത് കോടികള്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ വേറെ ഒന്നും ചെയ്യണ്ട. കല്യാണ പയ്യനായിട്ട് നിന്ന് തന്നാ മാത്രം മതി. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. നേടിയ കോടികൾ ഒരു കൈ കൂടി നോക്കിയേക്കാം. കാര്യങ്ങൾ ഒരുവിധം കരയ്ക്കടുത്ത് വന്നതായിരുന്നു. അതിനിടയില ഒരു നിമിഷം കൊണ്ട് എല്ലാം പൊളിഞ്ഞടങ്ങിയത്. ഇത് ആനന്ദവല്ലിയുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവ. അപ്പച്ചിക്ക് വട്ടായോ? അവളാ എല്ലാം പൊളിച്ചത്. സ്വയം നശിക്കാനും മറ്റുള്ളവരെ നശിപ്പിക്കാനും ജന്മം കൊണ്ട മൂദേവി. അപ്പച്ചി എന്താടാ അപ്പച്ചി ഇതാരെ കുറിച്ചായി പറയുന്നത്? ഓ, വേറെ ആരെയാ? അവളെ. ഇവിടുത്തെ ഇളയവൻ കെട്ടിക്കൊണ്ടുവന്ന് മഹാറാണിയായിട്ട് വാഴിക്കുന്നില്ലേ? ഓ വന്ദനെ. ആനന്ദവല്ലി വരച്ചിട്ട കളത്തിൽ കേറി കരുനീക്കാൻ ധൈര്യപ്പെട്ടവളെ ഞാനിവിടെ വാഴിക്കുമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അവക്ക് തെറ്റി. കൊന്നുകളയും ഞാനവളെ. അപ്പച്ചി ഒരു കാര്യം പറയുന്നതിൽ അപ്പച്ചിക്ക് വിഷമമൊന്നും തോന്നരുത്. എന്താടാ? അപ്പച്ചിയും എന്റെ കെട്ടികളും കൂടി ചെയ്യുന്ന തന്ത്രങ്ങളില്ലേ, അതൊക്കെ പഴക്കം ചെന്ന് തുരുമ്പെടുത്ത് പോയതാ. പുതിയ ഐറ്റംസ് അങ്ങോട്ട് ഇറക്കി കളിക്ക്. ചുമ്മാ അല്ലടാ നീ രാഷ്ട്രീയത്തിൽ ഒന്നും ആകാതെ തേരാപ്പാര നടക്കുന്നത്. പഴയതിനാടാ എന്നും പത്തരമാറ്റ്. എന്ത് സംഭവിച്ചാലും അത് സ്വാഭാവികമായിട്ടും യാദൃച്ഛികമായിട്ടും സംഭവിച്ചതാണെന്നേ ആളുകൾ കരുതൂ. അപ്പച്ചിയോട് തർക്കിക്കാൻ ഞാനില്ല. ആര് വിളിക്കുന്നു? ഫോണെടുക്ക്. എനിക്ക് വന്നല്ലോ കോള്. ഇനി അതിൽ വിളിച്ചിട്ട് അപ്പച്ചി എടുക്കാത്തതുകൊണ്ടാണോ ഇതിൽ വിളിക്കുന്നത്? ഒന്നിറങ്ങി പോടാ. ഹലോ എങ്ങാണ്ട് കിടന്ന കിഴങ്ങൻ. ഭാനുമതിയാണല്ലോ. കല്യാണ പരിപാടി പൊളിഞ്ഞ് പിണങ്ങിപ്പോയവൾ എന്തിനാണാവോ വിളിക്കുന്നത്? ഹലോ ഭാനുമതി. ആനന്ദവല്ലി ഫോൺ എടുക്കുന്ന തീരെ പ്രതീക്ഷിച്ചില്ല. ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങാനാ? നിന്നെയും കുടുംബത്തെയും ക്ഷണിച്ചു വരുത്തി നാണം കെടുത്തി പറഞ്ഞയക്കേണ്ടി വന്നില്ലേ? അതോർത്തപ്പോ എനിക്ക് ഉറക്കം വന്നില്ല ഭാനുമതി. അതോർത്താണോ ഉറക്കം കളയുന്നത്? ആനന്ദവല്ലി ഒന്നും ചെയ്തില്ലല്ലോ. മന്ദൻ എന്ന അഴിഞ്ഞാട്ടക്കാരിയല്ലേ എല്ലാം നശിപ്പിച്ചത്. ആനന്ദവല്ലിയെ പോലെ ഉന്നത നിലയിൽ കഴിയുന്ന ഒരു വ്യക്തി ഒന്നുമില്ലാത്ത അവളുടെ മുന്നിൽ കൊച്ചായപ്പോ എനിക്ക് വല്ലാത്ത വിഷമമുണ്ടായി. അവക്കിട്ടൊരു പണി കൊടുക്കുന്നതിനെ പറ്റിയാ ഞാനിപ്പോ ആലോചിക്കുന്നേ. ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. പക്ഷെ എന്തു പണി, എങ്ങനെ എപ്പോ കൊടുക്കുമെന്ന് അറിയില്ല. അവിടെ നടന്ന കാര്യങ്ങളൊന്നും എനിക്കോ എന്റെ ബന്ധുക്കൾക്കോ ഒരു പ്രശ്നമേ അല്ല. ആനന്ദവല്ലി തയ്യാറാണെങ്കിൽ എന്റെ മോനെ കൊണ്ട് ഹരിതയെ വിവാഹം കഴിപ്പിക്കാൻ എനിക്കിപ്പോഴും സമ്മതമാണ്. നരേന്ദ്രനും സമ്മതാ. സത്യാണോ ഭാനുമതി നീ പറയുന്നേ? സത്യം. ആനന്ദവല്ലി എന്റെ ഉറ്റ ചങ്ങാതിയല്ലേ. വന്ദന എന്ന 7ാം കുലിയുടെ മുന്നില് ആനന്ദവല്ലിയുടെ അഭിമാനം രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ. അതിന് വേണ്ടത് എന്റെ മോനെയാണെങ്കിൽ അവനെ വിട്ടു തന്നേക്കാം. എന്തു പറയുന്നു? എനിക്ക് 100 വട്ട സമ്മതമാണ് ഭാനു. പക്ഷെ കുറുപ്പിനെയും സുമലതയും ബന്ധുക്കളെയും കൂട്ടി നേരായ മാർഗത്തിലൂടെ ആ വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ല. വളഞ്ഞ വഴി തന്നെ നോക്കാം. നോക്കിക്കോ. ഏത് പൊല്ലാപ്പ് പിടിച്ച വഴിയാണെങ്കിലും ഞാൻ ആനന്ദവല്ലിക്കൊപ്പം ഉണ്ട്. മിടുക്കി നീയാണടി സുഹൃത്ത്. എന്നിട്ട് ഹരിതയുടെ കഴുത്തിൽ താലിച്ചരട് മുറുക്കി കെട്ടി വലിച്ചു കൊണ്ടുപോക്കണം. ഓക്കെ? ഓക്കെ.
MLA കുറുപ്പിന്റെ വീട്ടിൽ വീണ്ടും പെണ്ണ് കാണാനെ പോന്നെങ്കിൽ ഞാൻ വരുന്നില്ല. ആ മനോജിന്റെയും ജഗന്റെയൊക്കെ തല്ലുകൊള്ളേണ്ടി വരും. നിർത്തടാ. തല്ലുകൊള്ളുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. MLA മോള് പുളിങ്കമ്പാടാ. കൈ കിട്ടുന്നത് കോടികളാ, കോടികള്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ വേറെ ഒന്നും ചെയ്യണ്ട. കല്യാണ പയ്യനായിട്ട് നിന്ന് തന്നാ മാത്രം മതി. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. നേടിയ കോടികൾ. ഒരു കൈ കൂടി നോക്കിയേക്കാം. വിദ്യേ, വിദ്യേ, എന്താ അപ്പച്ചി? ഹരിതയ്ക്ക് ഭാനുമതിയുടെ മോന്റെ വിവാഹാലോചന വീണ്ടും വന്നിട്ടുണ്ട്. നീ എന്താടി എന്നെ കുറിച്ച് വിചാരിച്ചത്? ഭാനുമതി വിളിച്ചിട്ട് ഫോൺ ഇപ്പൊ അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. ഹരിതയും നരേന്ദ്രനും തമ്മിലുള്ള വിവാഹം നമുക്ക് നടത്തിയിരിക്കണം. അതിനുവേണ്ടിയുള്ള സഹായങ്ങളൊക്കെ നീ എനിക്ക് ചെയ്തു തരണം. അപ്പച്ചി ആവശ്യപ്പെടുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തിരിക്കും. കാൽ കാശിന് വകയില്ലാത്ത മനോജിനെയും വന്ദന എന്ന മാരണത്തെയും ഇവിടെ നിന്ന് തുരത്തി തന്നാ മാത്രം മതി. തുരത്തുവടി. ഈ ആനന്ദവല്ലി വിചാരിച്ച അസാധ്യമായതായിട്ടൊന്നുമില്ല. അറിയാം. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? കൊട്ടാ